ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് GST രജിസ്ട്രേഷൻ ക്യാൻസൽ റിക്വസ്റ്റ് കൊടുത്ത് അതിൻ്റെ ക്യാൻസലേഷൻ ഓർഡർ കിട്ടിയതിന് ശേഷം 90 ദിവസത്തിനകം GSTയുടെ ഫൈനൽ റിട്ടേൺ GSTR 10 എങ്ങനെയാണ് ഓൺലൈനിൽ ഫയൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം GST സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം സർവീസസിൽ പോയി യൂസർ സർവീസസിൽ പോയി വ്യൂ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് യൂസർ സർവീസസിൽ പോയിട്ട് വ്യൂ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ്സിൽ വന്നാൽ നമുക്ക് ഓർഡർ ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ഇവിടെ നോക്കിയാൽ കാണാം ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ഇവിടെ വന്നിട്ട് റിപ്പോർട്ട്സ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് GST രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ സെയിൽ ടാക്സ് ഓഫീസർ അയച്ചു തന്നിരിക്കുന്ന ഓർഡറാണത്. ഈ ഓർഡറിനകത്ത് എഫക്റ്റീവ് ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എഫക്റ്റീവ് ഡേറ്റ് 1/4/2020 ഓർഡറിൻ്റെ എഫക്റ്റീവ് ഡേറ്റ്. അപ്പോൾ ഇതിനകത്ത് ടാക്സ് ലയബിലിറ്റി പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, സെസ് ഒന്നും പേ ചെയ്യാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ amounts determined as being payable above or without prejudice to any amount that may be found to be payable you on submission of final return furnished by you. അപ്പോൾ ഇതിനകത്ത് എമൗണ്ട് ഇല്ല എങ്കിലും നമ്മൾ GSTRൻ്റെ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും എമൗണ്ട് പേയബിൾ ആണെങ്കിൽ അതിലൂടെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് 19/7/2020 ഈ നോട്ടീസ് പ്രകാരം. ഇവിടെ 19/4 ഡേറ്റ്. അപ്പോൾ 19/7/2020 നമ്മൾ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. 90 ഡേയ്സിന് അകമാണ് ഫയൽ ചെയ്യേണ്ടത്. ഇനി GST സൈറ്റിൽ വന്നാൽ യൂസർ സർവീസസിൽ റിട്ടേൺസിൽ വന്നാൽ നമുക്കിവിടെ ഒരു ആനുവൽ റിട്ടേൺ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വരും, GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തവർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണോ എന്നുള്ളൊരു സംശയം എല്ലാവരും ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം ഈ പാർട്ടിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിനകത്ത് GST റിട്ടേണിൽ വന്നിട്ട് ആനുവൽ റിട്ടേണിൽ വരിക 18, 19, 19, 20 രണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആനുവൽ റിട്ടേൺ ആക്ച്വലി ഫയൽ ചെയ്യാൻ പെൻഡിങ് ഉണ്ട്. നമുക്ക് നോക്കാം 18, 19 എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കാം. 18, 19 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് ആക്ടിവേറ്റഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ആനുവൽ റിട്ടേൺ ഈ ക്ലയൻറ്റിന് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. 18, 19 ഫയൽ ചെയ്യേണ്ടെങ്കിൽ തീർച്ചയായിട്ടും 19, 20 ഫയൽ ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതും ആക്ടിവേറ്റഡ് അല്ലാത്തതുകൊണ്ട് അത് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് ഒരു ബിസിനസ്സുകാരൻ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണമോ എന്നുള്ളത് സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുക. അത് ആക്ടിവേറ്റ് ആണെങ്കിൽ ഫയൽ ചെയ്യുക, ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഫയൽ ചെയ്യേണ്ട എന്നുള്ളതാണ് അതിനകത്തൊരു അഭിപ്രായമായിട്ട് പറയാനുള്ളത്. അല്ലാതെ വേറൊരു വഴിയിലൂടെ തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പർട്ടിക്കുലർ പാർട്ടിക്ക് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇദ്ദേഹം ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും നോക്കാം. സർവീസസിൽ വന്നിട്ട് റിട്ടേൺസിൽ വന്നിട്ട് ഫൈനൽ റിട്ടേണിൽ പോകാം. ഫൈനൽ റിട്ടേണിൽ വരുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 22/7/2020 റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ്. നമ്മളിവിടെ കണ്ടിരുന്നു. നമ്മൾ ആദ്യത്തെ ഇതിൽ കണ്ടായിരുന്നു 22/7 തന്നെയാണ്. 90 ദിവസത്തിനകം ഫയൽ ചെയ്യേണ്ട ഡേറ്റ് 22/4 + 90 ഡേയ്സ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ശരിയായിരുന്നു. പിന്നെ നമുക്കിത് രണ്ട് രീതിയിൽ ഫയൽ ചെയ്യാം. ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ രണ്ട് രീതിയിൽ ഫയൽ ചെയ്യാം. നമുക്ക് ഓൺലൈനായിട്ടും ഫയൽ ചെയ്യാം, ഓഫ്ലൈനായിട്ടും ഫയൽ ചെയ്യാം.
നമ്മളിവിടെ ഇന്ന് നോക്കുന്നത് ഓൺലൈനായിട്ട് എങ്ങനെ ഫയൽ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യാം. പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഹെൽപ്പ് മാനുവൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നോക്കിയാൽ അഡ്രസ് ഫോർ ഫ്യൂച്ചർ കറസ്പോണ്ടൻസ്, ഇതിനകത്തുള്ള എന്താണ് പറഞ്ഞിരിക്കുന്നത്, അഡ്രസ് ഫോർ ഫ്യൂച്ചർ കറസ്പോണ്ടൻസ് ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ GST ക്യാൻസലേഷൻ REG 16 എന്നുള്ള ക്യാൻസലേഷൻ റിക്വസ്റ്റ് ഇട്ടപ്പോൾ അഡ്രസ് ഫോർ ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അങ്ങനെ അല്ല എങ്കിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് കൊടുക്കാം. അതിവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫർമേഷനകത്ത് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. ഇനി അടുത്തത് CA സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഫൈനൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചില കേസിൽ CA സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഹെൽപ്പ് എന്താണെന്ന് നോക്കാം. CA സർട്ടിഫിക്കറ്റ് ഏതൊക്കെ കേസിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? സർട്ടിഫിക്കറ്റ് ഫ്രം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ് നീഡ്സ് ടു ബി അപ്ലോഡഡ് ഇഫ് ഡീറ്റെയിൽസ് ആർ അപ്ലോഡഡ് ഇൻ ടേബിൾ 8D. 8D എന്നുള്ള ടേബിളിൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം CA സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. അപ്പോൾ CA സർട്ടിഫിക്കറ്റിൽ പ്രൊവൈഡ് ദി മാൻഡേറ്ററി ഡീറ്റെയിൽസ് ആസ് റിക്വയർഡ്. Only one file can be uploaded. After uploading the certificate, click on Save CA Certificate Details, CA Details. The details relating to CA certificate can be amended before filing. അപ്പോൾ ഈ CA സർട്ടിഫിക്കറ്റിനകത്തുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും മാറ്റണമെങ്കിൽ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് വേണം മാറ്റാനായിട്ട്. 8Dയിൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ CA സർട്ടിഫിക്കറ്റ് ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. CA സർട്ടിഫിക്കറ്റിൽ കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് നെയിം ഓഫ് ദി firm issuing certificate, name of the certifying chartered accountant or cost accountant, അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് സർട്ടിഫിക്കറ്റ്, പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് CA സർട്ടിഫിക്കറ്റിന് പറയാനുള്ളത്. ഇനി ഇതിനകത്ത് ഫയൽ ചെയ്യേണ്ട 2 ഫോമാണുള്ളത്. ഒന്ന് ഗുഡ്സ് ഡീറ്റെയിൽസ് വിത്ത് ഇൻവോയ്സസ്. GSTR ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല കാരണങ്ങൾ കൊണ്ട് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. പല കാരണം കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന, ഏത് കാരണം കൊണ്ട് ക്യാൻസൽ ചെയ്താലും ക്യാൻസലേഷൻ ഡേറ്റിൻ്റെ ദിവസത്തിൽ, ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്ത ദിവസം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, ആ സ്റ്റോക്കിനകത്ത് ഇൻപുട്ട് ടാക്സ് അവൈലബിൾ ചെയ്ത സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, ആ ഇൻപുട്ട് ടാക്സ്, ആ സ്റ്റോക്കിന് എത്ര ആണോ GST കൊടുക്കേണ്ടത് അത്രയും GST നമ്മൾ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ ഫൈനൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ഫോമാണ് ശരിക്കും പറഞ്ഞാൽ ഫൈനൽ റിട്ടേൺ. അതിനകത്ത് നമ്മളിപ്പം ഗുഡ്സ്, നമ്മുടെ സ്റ്റോക്കിലുള്ള ഗുഡ്സ് 2 രീതിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് വിത്ത് ഇൻവോയ്സസ് ഉണ്ടാവാം, വിത്തൗട്ട് ഇൻവോയ്സ്. അതായത് പഴയ സ്റ്റോക്ക് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻവോയ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പുതിയ GST വന്നതിന് ശേഷമുള്ളതാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ഇൻവോയ്സസും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകാം. അതുകൊണ്ടാണ് 2 ഷെഡ്യൂളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 8A, 8B, 8C എന്ന് പറയുന്നത് ഗുഡ്സ് ഡീറ്റെയിൽസ് വിത്ത് ഇൻവോയ്സസ് ആണ്. അവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട്, ഹെൽപ്പിൽ കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഇൻ ദി സെക്ഷൻ ഇഫ് GSTN number and invoices are available. Select supplier registered under GST or CX, Central Excise or VAT. Provide the GSTN or CX VAT registration number. Provide the mandatory details for each record item. അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് നമുക്ക് ആഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം സപ്ലയർ രജിസ്റ്റേർഡ് അണ്ടർ GST ആണോ, സെൻട്രൽ എക്സൈസ് ആണോ, വാറ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. GST ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ GST നമ്പർ കൊടുക്കുക, സപ്ലയർ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇൻവോയ്സ് നമ്പറോ ബിൽ ഓഫ് എൻട്രി നമ്പറോ കൊടുക്കുക, അതിൻ്റെ ഡേറ്റ് കൊടുക്കുക. ഇനി ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഇത് ഇൻപുട്ട് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ആണോ, ഇൻപുട്ട് കണ്ടെയ്ൻഡ് ഇൻ സെമി ഫിനിഷ്ഡ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ആണോ, ക്യാപിറ്റൽ ഗുഡ്സ് ആണോ എന്നുള്ള 3 ഓപ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ GST റിട്ടേൺ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് നമ്മുടെ സ്റ്റോക്കിൽ, അതായത് ഇൻവെൻട്രിയിൽ വിൽക്കാതെ കിടക്കുന്ന ഐറ്റംസ് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്ത ദിവസം,
അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ്റെ എഫക്റ്റീവ് ഡേറ്റ് എന്നാണോ അന്നത്തെ ഡേറ്റിൽ നമ്മുടെ സ്റ്റോക്കിലുള്ള ഐറ്റംസ്, ഇൻപുട്ട് ഐറ്റംസ്, അതിനകത്ത് GST പേയബിൾ ആയിട്ടുള്ള എന്ത് ഗുഡ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള റേറ്റ് എടുത്ത് GST കാൽക്കുലേറ്റ് ചെയ്ത് അതിനകത്ത് GST എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടയ്ക്കണം. അതാണ് ഇൻപുട്സ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇൻപുട്സ് കണ്ടെയ്ൻഡ് ഇൻ സെമി ഫിനിഷ്ഡ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ്, ഇപ്പോൾ ആദ്യത്തേത് വേണമെങ്കിൽ ഒരു ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തേനകത്ത് മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ, മാനുഫാക്ചറിങ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ അവർ മാനുഫാക്ചർ ചെയ്തതിനകത്ത് സെമി ഫിനിഷ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സോ അവരുടെ സ്റ്റോക്കിലുണ്ടാവാം ആ ക്യാൻസലേഷൻ ഡേറ്റിൽ. അപ്പോൾ ആ സെമി ഫിനിഷ്ഡ് ഗുഡ്സിനകത്തോ ഫിനിഷ്ഡ് ഗുഡ്സിനകത്തോ ITC അവൈൽ ചെയ്ത എത്ര ഐറ്റം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ഇക്വലൻ്റ് ആയിട്ട് GST കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ടും റിട്ടേൺ ചെയ്യണം. ഇനി അടുത്തത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പാർട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ ഗുഡ്സ് ആണ് വാങ്ങിച്ചതെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിച്ചാൽ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് GST നിയമം അനുസരിച്ച് 60 മാസമാണ്. അപ്പോൾ 12 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 60,000 രൂപ ക്യാപിറ്റൽ ഗുഡ്സിന് GST അവൈൽ ചെയ്തു. 12 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ GST ക്യാൻസൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 60,000 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുന്നത് 1000 ആണ്. 1000-നെ 12 കൊണ്ട് ഗുണിച്ചാൽ 12,000 കിട്ടും. അപ്പോൾ 12,000 കഴിച്ചിട്ട് ബാക്കി 48,000 രൂപ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടയ്ക്കണം. അതിന് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ക്വാണ്ടിറ്റി കൊടുക്കണം, UQC കൊടുക്കണം, ക്വാണ്ടിറ്റി എത്രയാണെന്ന് കൊടുക്കണം, ടാക്സൽ വാല്യൂ എത്രയാണെന്ന് കൊടുക്കണം, അതിൻ്റെ ടാക്സ് കൊടുക്കണം. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ടാക്സും സെസ്സും എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ GST നമ്പർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ ഇത് വരുന്നത്. ഇപ്പം ഞാനിവിടെ ഈ പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ സാധനം വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിനുമുമ്പ് ഇൻ്റഗ്രേറ്റഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സെൻട്രൽ ടാക്സും വന്നു, സ്റ്റേറ്റ് ടാക്സും വന്നു. അപ്പോൾ നമ്മുടെ ഏത് GST നമ്പറിൻ്റെ സെലക്ഷൻ അനുസരിച്ചാണ് ഇവിടെ ടാക്സ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻവോയ്സ് ആഡ് ചെയ്തു, വീണ്ടും സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇൻവോയ്സ് ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ ഫിനിഷ് ചെയ്യുന്നത്. ഏത് ഷെഡ്യൂളാണ്? ആദ്യത്തെ ടാബ് 80A, 80B, 80C എന്ന് പറയുന്ന ഗുഡ്സ് ഡീറ്റെയിൽസ് വിത്ത് ഇൻവോയ്സസ്. 80Aയും 80Bയും 80Cയും നമ്മൾ ആ സെലക്ഷനകത്ത് കണ്ടു. 80A എന്ന് പറയുന്നത് ഇൻപുട്സ് ഹെൽഡ് ഇൻ സ്റ്റോക്കാണ്. 80B എന്ന് പറയുന്നത് ഇൻപുട്സ് ഹെൽഡ് ഇൻ സെമി ഫിനിഷ്ഡ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സിനകത്തുള്ളതാണ്. 80C എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയാണ്. ഇനി 80D എന്ന് പറയുന്നത് വേറൊരു ഷെഡ്യൂളായിട്ടാണ് തന്നിരിക്കുന്നത്. 80Dയുടെ ടാബിൽ ഫില്ല് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 രീതിയിലുണ്ട്. വിത്ത് GSTN CX വാറ്റ് ഉണ്ട്, വിത്തൗട്ട് GSTN CX വാറ്റ് ഉണ്ട്. അപ്പോൾ വിത്ത് GSTN CX വാറ്റ് ആണെന്നുണ്ടെങ്കിൽ, CX വാറ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം. വിത്ത് GSTN പാർട്ടിക്ക് GST നമ്പർ ഉണ്ട്, പക്ഷെ നമുക്ക് ഇൻവോയ്സ് ഏതാണെന്ന് അറിയില്ല. ഓക്കെ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ വിത്തൗട്ട് GSTN ഓപ്ഷൻ എടുത്തിട്ട് ആഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് GST നമ്പറും കൊടുക്കാനുള്ള ഓപ്ഷനില്ല, ഇൻവോയ്സ് നമ്പറും കൊടുക്കാനുള്ള ഓപ്ഷനില്ല. ഓക്കെ, എന്തൊക്കെയോ സാധനമുണ്ട്, നമുക്ക് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് അറിയില്ല, അതിൻ്റെ റെസ്പെക്റ്റീവ് ഇൻവോയ്സ് നമ്പർ നമുക്കറിയില്ല. ഇങ്ങനെ വരുന്ന കേസിൽ ഈ ഇൻഫർമേഷൻസ് ഉള്ളതിനനുസരിച്ച് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. ഓരോ ഐറ്റമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതിനകത്ത് വരുന്ന കേസിലാണ്, അതായത് GST നമ്പർ ഉണ്ട്, ഇൻവോയ്സ് നമ്പർ അറിയില്ല, അല്ലെങ്കിൽ GST നമ്പറും അറിയില്ല, ഇൻവോയ്സ് നമ്പറും അറിയില്ല. ഈ 2 കേസിലും നമ്മൾ CAയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നമുക്ക് വെറുതെ ക്ലെയിം ചെയ്താൽ പോരാ, നമ്മൾ ക്ലെയിം ചെയ്ത് ശരിയാണെന്ന് CA അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് സർട്ടിഫൈ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് വാലിഡായിട്ട് വരികയുള്ളൂ. ഇനി ഈ 2 ടേബിളും കൂടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 9, 10 എന്നുള്ള എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ ആൻഡ് പെയ്ഡ് എന്നുള്ള കോളത്തിലേക്ക് ഇവിടെ കയറി വരും. ഇതിനകത്ത് എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാൻസലേഷൻ റിക്വസ്റ്റിൻ്റെ സമയത്തും വേണമെങ്കിൽ നമുക്ക് ടാക്സ് കൊടുക്കാമായിരുന്നു. അതാണ് പേയബിൾ ആൻഡ് പെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിനകത്ത് എമൗണ്ട് ഉണ്ടെങ്കിൽ പേയബിളിൽ വരും, പെയ്ഡ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് പേയബിൾ ആയിട്ട് വരും.
ഇനി പ്രൊസീഡ് ടു ഫയലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ടാക്സ് പേയബിൾ ആണെങ്കിൽ പേ ചെയ്യാം, പേയബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ട, റിവ്യൂ ചെയ്യാം. റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം 000 ആണ്. പ്രൊസീഡ് ടു ഫയലിൽ പോയി കഴിഞ്ഞാൽ പ്രൊസീഡ് ടു ഫയൽ റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ്, പ്ലീസ് ചെക്ക് ദി സ്റ്റാറ്റസ് ഇൻ സം ടൈം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ GSTയുടെ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും ഇതിനകത്ത് ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് റിവേഴ്സ് ചെയ്യേണ്ട GST എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ള ഒരു വർക്ക് മാത്രമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അതിനകത്ത് അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ GST ഏത് ഡേറ്റ് വെച്ചിട്ടാണ് GST ക്യാൻസലേഷൻ റിക്വസ്റ്റ് നമ്മൾ കൊടുത്തത് ആ സമയത്തെ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം, ഒരു ഇൻവെൻട്രി ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം, ക്ലോസിംഗ് സ്റ്റോക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. ആ ക്ലോസിംഗ് സ്റ്റോക്കിന് ടാക്സബിൾ ഏതാ, നോൺ ടാക്സബിൾ ഏതാ, അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സ്റ്റോക്ക് ഏതാണ്, അല്ലാത്ത സ്റ്റോക്ക് ഏതാണെന്ന് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുക. അപ്പോൾ എക്സംപ്റ്റഡ് അല്ലാത്ത ഇൻപുട്സിനകത്ത് എത്ര നമ്മൾ വിൽക്കുകയാണെങ്കിൽ എത്രയായിരിക്കും റേറ്റ്, അതിന് എത്ര ടാക്സ് കൊടുക്കണം, അത്ര എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അത് പർച്ചേസ് ചെയ്ത ഇൻവോയ്സുകൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ 8A 8B 8C കാണിക്കാം. ആ ഇൻവോയ്സ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 8D കാണിക്കാം. ഇനി പാർട്ടിയും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 8D കാണിക്കാം. ഇത് തന്നെയാണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സിലും ഫിനിഷ്ഡ് ഗുഡ്സിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻപുട്ടിൻ്റെ കേസിലും. സെമി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് എടുക്കുക, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് എടുക്കുക, അതിൽ എത്ര ഇൻപുട്ട് അവൈൽ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് റിട്ടേൺ ചെയ്യുക. ഫിക്സഡ് അസറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു 60 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത മാസം കഴിച്ച് ബാക്കി ഇനി എത്ര മാസമായിരുന്നു യൂസ്ഫുൾ ലൈഫ് ഉണ്ടായിരുന്ന അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടത്. ഈ എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടാക്സ് പേയബിൾ എത്രയാണെന്ന് കിട്ടും. ആ ടാക്സ് പേയബിളിൽ നിന്ന് ഓൾറെഡി എന്തെങ്കിലും ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിഴിച്ചിട്ടുള്ള ബാലൻസ് ടാക്സ് നമ്മൾ ഈ റിട്ടേണിൻ്റെ കൂട്ടത്തിൽ പേ ചെയ്യുക, റിട്ടേൺ ഫയൽ ചെയ്യുക. നമ്മളും GST ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള കണക്ഷൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കൊറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വെരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതനുസരിച്ച് പ്രൊസീഡ് ചെയ്യും. അപ്പോൾ നമ്മളതിന് ആൻസർ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ GST രജിസ്ട്രേഷൻ ക്യാൻസൽ റിക്വസ്റ്റ് കൊടുത്ത് ക്യാൻസലേഷൻ ഓർഡർ വന്നതിന് ശേഷം 90 ദിവസത്തിനകം ഫയൽ ചെയ്യേണ്ട ഫൈനൽ റിട്ടേൺ GSTR 10 അത് 90 ദിവസത്തിനകം ഫയൽ ചെയ്തില്ലെങ്കിൽ 10,000 രൂപ വരെ പെനാൽറ്റി വരാവുന്നതാണ്. അതുകൊണ്ട് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളവർ, ക്യാൻസലേഷൻ ഓർഡർ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത മാതിരി ചെക്ക് ചെയ്യുക. വന്നിട്ടുണ്ടെങ്കിൽ ക്യാൻസലേഷൻ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ 90 ഡേയ്സിനകമായിട്ട് GSTR ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും വേറൊരു വിഷയമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.